Students, good morning. Mahru sir ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഏതാനും കാര്യങ്ങൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള കാര്യവും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന കേസ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസ് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫിഗർ വെച്ചിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എ സിയുടെയും ഡി സിയുടെയും ഫിഗേഴ്സ് വെച്ചിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ഇരിക്കുന്ന കോയിലിനെ അല്ലേ മ്യൂച്വൽ ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ ടെക്സ്റ്റിലുള്ള ഫിഗറിൻ്റെ കേസ് വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റിലിരിക്കുന്ന കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പ്രൈമറി കോയിലിലേക്ക് നമ്മളൊരു ബാറ്ററിയും അതേപോലെ തന്നെ സ്വിച്ചും വെച്ചിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് എ സി കറണ്ട് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ആ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കുള്ള ഫിഗറാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മളൊരു ബൾബ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ ശ്രദ്ധിച്ച സമയത്ത് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ പറഞ്ഞതാണ് അവിടെ ഒന്നാമതിരിക്കുന്ന കോയിലിനെ ഏതിലേക്കാണോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അല്ലെങ്കിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോയിലിലേക്കാണോ നമ്മൾ കറണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്, പ്രൈമറി കോയിൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ഇനി അതേപോലെ ഇപ്പോൾ ഈ പ്രൈമറി കോയിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു, പ്രൈമറി കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റും നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും അല്ലേ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലക്സ് ഫോം ചെയ്യും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും അല്ലെങ്കിൽ ഫ്ലക്സ് ഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് രണ്ടാമതിരിക്കുന്ന കോയിലിൽ നമ്മളൊരു ഇ എം എഫ് ഉണ്ടാക്കും എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിൽ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്, സെക്കൻഡറി കോയിൽ അല്ലെങ്കിൽ സെക്കൻഡറി ചുരുൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. രണ്ട് രീതിയിലും പറയാറുണ്ട്. മലയാളം ടെക്സ്റ്റിലും സെക്കൻഡറി കോയിൽ എന്നും ഉപയോഗിക്കാറുണ്ട്, സെക്കൻഡറി ചുരുൾ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏത് കേസാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളിവിടെ കൊടുത്തത് ഡി സി കറണ്ടാണ്. ഡി സി കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുക സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും മാത്രമായിരിക്കും സെക്കൻഡറി കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക, ബൾബ് ഗ്ലോ ചെയ്യുക, പ്രകാശിക്കുക അല്ലേ. സ്വിച്ച് ഓൺ ചെയ്ത അവസ്ഥയിൽ ഇങ്ങനെ വെച്ചാൽ വെൻ ദ സ്വിച്ച് ഈസ് കെപ്റ്റ് ഇൻ ഓൺ കണ്ടീഷൻ നിങ്ങൾക്കറിയാം അവിടെ ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാവില്ല, സെക്കൻഡറി കോയിലിൽ ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടില്ല, ബൾബ് പ്രകാശിക്കില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതേ കണ്ടീഷനിൽ തന്നെ നമ്മളിവിടെ ഡി സിയെ മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് നമ്മളൊരു എ സി കറണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഈ ഡി സി ആ ബാറ്ററിയെ അല്ലെങ്കിൽ സെല്ലിൻ്റെ ചിഹ്നം മാറ്റിയിട്ട് അവിടെ നമ്മൾ എ സി കറണ്ട് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അവിടെ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതിന് റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എ സി കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, തുടർച്ചയായിട്ട് ദിശ മാറി പ്രവഹിക്കുന്ന കറണ്ടാണ്. അത് തുടർച്ചയായിട്ട് ദിശ മാറി പ്രവഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി കോയിലിൻ്റെ ചുറ്റും തുടർച്ചയായിട്ട് ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാകുകയും അതേപോലെ തന്നെ സെക്കൻഡറി കോയിലിൽ തുടർച്ചയായിട്ട് ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുകയും ചെയ്യും അല്ലേ. ഇങ്ങനെ സെക്കൻഡറി കോയിലിൽ തുടർച്ചയായിട്ട് ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സെക്കൻഡറിയിൽ തുടർച്ചയായിട്ട് ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിൽ ഇരിക്കുന്ന ബൾബ് തുടർച്ചയായിട്ട് പ്രകാശിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് പഠിക്കുന്ന സമയത്ത് പല മക്കൾക്കും ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി ഡി സി ബാറ്ററി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എ സി കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എ സി കറണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കറണ്ട് അങ്ങനെ ഒഴുകിയിട്ട് ബൾബ് പ്രകാശിക്കുകയാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇവിടെ ഒരിക്കലും ഇവർ തമ്മിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല. ഇവിടെ ഈ ഫ്ലക്സ് കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ്, ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെട്ടിട്ടാണ് സെക്കൻഡറിയിലിരിക്കുന്ന ഈ ഒരു ബൾബ് പ്രകാശിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ കോയിലിലൂടെ ഇതൊരു കണ്ടക്ടറാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിലൂടെ ഇലക്ട്രോൺസ്, അതായത് ഇതൊരു കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന പോലെ ഒഴുകിയിട്ട് സെക്കൻഡിലേക്ക് എത്തിയിട്ടല്ല ബൾബ് പ്രകാശിക്കുന്നത് എന്നർത്ഥം. ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായിട്ട് അത് കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ബൾബ് പ്രകാശിക്കുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ് ഇവിടെയും ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, അത് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ആ രീതി നിങ്ങൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ സ്ഥാനത്ത് ഡി സിയെ മാറ്റിയിട്ട് എ സി കൊടുക്കുന്ന കണ്ടീഷനും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കാര്യം, നമ്മൾ ആൾറെഡി ഏതൊരു കൺസെപ്റ്റും ഏതൊരു ബേസിക് പ്രിൻസിപ്പിളും നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ മോട്ടോർ തത്വത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കറിയാം, മോട്ടോർ പ്രിൻസിപ്പിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് മോട്ടോർ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അല്ലേ, ഈ മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു കാര്യം പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ അതിൻ്റെ കൂടെ പറയാറുണ്ട് അല്ലേ. ഈ മോട്ടോർ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഈ ഒരു മോട്ടോർ പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളായിട്ടുള്ള നമ്മുടെ വൈദ്യുത മോട്ടോർ, ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ച് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സംഭവം അല്ലേ, നമ്മുടെ ലൗഡ് സ്പീക്കറിനെ കുറിച്ചിട്ടും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ അത് പഠിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ മോട്ടോർ പ്രിൻസിപ്പിൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
നമ്മൾ പിന്നെ പഠിച്ച കാര്യമായിരുന്നു നമ്മുടെ വൈദ്യുതകാന്തിക പ്രേരണം അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലേ, വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കാര്യം, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ച സമയത്തും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമായിട്ടുള്ള ജനറേറ്ററുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, പ്രവർത്തന തത്വം എന്താണ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആരെയും പറയാൻ പറ്റും, നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിളിനെയും പറയാൻ പറ്റും അല്ലേ. ജനറേറ്ററിൻ്റെ കേസിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം പറയുന്ന പോലെ തന്നെ. ഇതിൻ്റെ കേസിൽ പിന്നെയും പല ആൾക്കാർക്കും ഉണ്ടായിരുന്ന സംശയമാണ്, അപ്പോൾ നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം ഇടത് കൈ നിയമം ഒക്കെ എവിടെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം അല്ലേ. നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം സാധാരണഗതിയിൽ ഉപയോഗിക്കാറ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ കേസിൽ അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്ററുകൾ അല്ലേ. ഇതിൻ്റെ കേസിൽ ദിശ പറയാൻ വേണ്ടിയിട്ട് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ, അതായത് അതേപോലെ തന്നെ കറണ്ടിൻ്റെ ദിശ, ബലത്തിൻ്റെ ദിശ അല്ലെങ്കിൽ ചാലകം ചലിക്കുന്ന ദിശ, ഇങ്ങനെ ദിശകൾ പറയാൻ വേണ്ടി മാത്രം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ കേസിൽ ഉപയോഗിച്ച നിയമമാണ് ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഇതേപോലെ തന്നെ നമ്മുടെ മോട്ടോർ തത്വവുമായി ബന്ധപ്പെട്ട് ദിശ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച നിയമമാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ കൂടെ പറയേണ്ട കാര്യമില്ല, എന്നാലും അതിപ്പോഴും പല ആൾക്കാരും കൺഫ്യൂഷൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചത് കേട്ടോ. ഇനി ഇന്നത്തെ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആൾറെഡി ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിച്ചു അല്ലേ, എന്തിനെക്കുറിച്ച് പഠിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു തത്വത്തെക്കുറിച്ച് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്തായിരിക്കും, ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ആൾറെഡി ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചു, അതിൻ്റെ കൂടെയുള്ള ഡിവൈസുകൾ പഠിച്ചു, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം പഠിച്ചു, അത് വെച്ച് പ്രവർത്തിക്കുന്ന ഉപകരണത്തെക്കുറിച്ച് പറഞ്ഞു. എന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും, നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് അല്ലേ. ഇതൊരു പുതിയ ആളൊന്നും അല്ല, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരാൾ തന്നെയാണ്, നിങ്ങളെ കൂട്ടുകാരനാണ്, നിങ്ങൾ കേട്ട് പരിചയമുള്ള, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. ഏതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇയാളാണ്. ആരാണ്? ഇതാ ഇയാൾ. ആരാണ് മക്കളെ? ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ട്രാൻസ്ഫോമർ അല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണം നിങ്ങളതിനെ പലപ്പോഴും നിങ്ങൾ പറയാറില്ല, സാധാരണഗതിയിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ പല ഭാഗത്തും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത്, കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാകും ട്രാൻസ്ഫോമറുകൾ അല്ലേ. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളും മറ്റൊക്കെ നിങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒന്നും വേണ്ട, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നിങ്ങൾ ഈ നടന്നു പോകുന്ന സമയത്ത് തന്നെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ട്രാൻസ്ഫോമറുകൾ കണ്ടിട്ടുണ്ടാവുക. റോഡ് സൈഡിലും മറ്റൊക്കെയുള്ള ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, ഏതൊരു ട്രാൻസ്ഫോമറും പ്രവർത്തിക്കുന്നത് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഏതൊരു ട്രാൻസ്ഫോമറും പ്രവർത്തിക്കുന്നത് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൺസിഡർ ടു കോയിൽസ് കെപ്റ്റ് സൈഡ് ബൈ സൈഡ്, വെൻ ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ വൺ കോയിൽ ചേഞ്ചസ്, the flux around it changes, as a result EMF is induced in the secondary coil എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു കോയിലിൻ്റെ ചുറ്റുമുള്ള ഫ്ലക്സിന് വ്യതിയാനം അതായത് ഈ ഒരു കോയിൽ ഈ കോയിലൂടെ ഒഴുകുന്ന കറണ്ടിനോ അല്ലെങ്കിൽ അതിൻ്റെ ദിശയോ മറ്റൊക്കെ മാറ്റം സംഭവിച്ചിട്ട് അതിന് ചുറ്റുമുള്ള ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കാരണമായിട്ട് സെക്കൻഡറി കോയിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറഞ്ഞു? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ മക്കൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഞാൻ പോയിന്റുകളായിട്ട് തന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നുള്ള കാര്യം ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ കേസിൽ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം മനസ്സിലാക്കി, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ആൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നുള്ള കാര്യം അല്ലേ. രണ്ടാമത് ഇതിൻ്റെ കേസിൽ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രാൻസ്ഫോമറുകളെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ് ഒന്നില്ലെങ്കിൽ വോൾട്ടേജിനെ കൂട്ടാനോ അല്ലെങ്കിൽ വോൾട്ടേജിനെ കുറക്കാനോ വേണ്ടിയിട്ടാണ്. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വോൾട്ടേജിനെ
ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതായത് വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഉപയോഗിക്കുക, ട്രാൻസ്ഫോമറിന് ഉപയോഗിക്കുക. ഞാൻ അതിൻ്റെ ശരിക്കും കൺസെപ്റ്റാണ് പറയുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വരിക കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമർ ഈസ് ജനറലി യൂസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ് അല്ലേ, അതായത് വോൾട്ടേജിനെ കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഉപയോഗിക്കുക, ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുക. ഇതന്നെ ഇപ്പോൾ എന്തിൻ്റെ കേസിലുള്ള വോൾട്ടേജിനെ കൂട്ടാനും കുറക്കാനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എ സി കറണ്ടിൻ്റെ കേസിൽ, എന്തിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത്, ഒരു എ സി കറണ്ടിൻ്റെ കേസിൽ, അതായത് എ സി സപ്ലൈൻ്റെ കേസിൽ, അതായത് ഡി സിയുടെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു ട്രാൻസ്ഫോമറിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുക ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ് ആണ്. ആരുടെ വോൾട്ടേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എ സി കറണ്ടിൻ്റെ, അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ, അതായത് എ സി അൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ വോൾട്ടേജിനെ, അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിൽ ആരും ഉപയോഗിക്കുക, ട്രാൻസ്ഫോമറിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇതന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എ സി കറണ്ടിൻ്റെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും നമ്മൾ ട്രാൻസ്ഫോമർ സഹായിക്കും എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. അതിൻ്റെ കൂടെ തന്നെ ഇയാൾ വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ പവർ എന്ന് പറയുന്ന ആൾക്ക്, പവർ അല്ലേ, നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് അല്ലേ, ഈ പവർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുക. അതായത് പവറിന് യാതൊരു മാറ്റവും വരുത്താതെ പവറിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് മാറ്റമില്ലാത്ത ഒരു സംഖ്യ ആക്കി നിലനിർത്തിക്കൊണ്ടാണ് എല്ലായ്പ്പോഴും ഇയാളൊരു ഈ രീതിയിൽ വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അങ്ങനെ പറയുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലായ്പ്പോഴും പവർ എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും പവറിന് ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിത്തൗട്ട് ചേഞ്ചിങ് പവർ ആയിരിക്കും, പവറിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ള കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോട്ടിലേക്ക് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ബട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുക ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജിനെ കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ ട്രാൻസ്ഫോമർ എ സി വോൾട്ടേജിനെ കൂട്ടാനും കുറക്കാനും മാത്രമേ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എ സി വോൾട്ടേജ് മാത്രമേ, അതായത് എ സി കറണ്ട് മാത്രമേ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ, എ സി കറണ്ടിൻ്റെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും മാത്രമേ നമുക്ക് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമർ ഈ വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പവർ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പവറിന് ഒരു മാറ്റം ഉണ്ടാവില്ല, നോ ചേഞ്ച് ആയിരിക്കും പവറിന് ഉണ്ടാവുക അല്ലേ, പവറിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്ന കാര്യം കൂടി എൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഡിവൈസസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവൈസസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാൻ പറ്റും. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ദേ വർ യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ് ഓഫ് എ സി, ഒരു എ സിയുടെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടാണ് ഇവരെ നമ്മൾ ഉപയോഗിക്കുക. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് പവർ ഓർ കീപ്പിംഗ് ദ ഇലക്ട്രിക് പവർ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഇലക്ട്രിക് പവറിന് മാറ്റമില്ലാതെ, അല്ലെങ്കിൽ ഇലക്ട്രിക് പവറിനെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് ഒരു എ സിയുടെ വോൾട്ടേജിനെ കൂട്ടാനും കുറക്കാനും സഹായിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മുടെ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ട്രാൻസ്ഫോമറിനെ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം, ഒരു എ സിയുടെ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, എ സിയുടെ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവിടെ എ സി എന്ന് പറയുമ്പോൾ അൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കേട്ടോ, പ്രത്യാവർത്തിധാര വൈദ്യുതി, അല്ലെങ്കിൽ നമ്മൾ എ സി അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ ഒരു എ സിയുടെ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു എ സിയുടെ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫോമറുകളെ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഏതാണ് രണ്ട് രീതികൾ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് കേസുകൾ അല്ലേ. നമ്മൾ ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ, വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത്തരം ട്രാൻസ്ഫോമറുകളെ നമ്മൾ വിളിക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ എന്നാണ്. എന്താ വിളിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന, വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അപ്പോൾ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോമർ വേണ്ടി വരില്ലേ? അല്ലേ, വേണ്ടി വരും. നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കും. ഇങ്ങനെ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടി, ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സാധാരണഗതിയിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ,
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മൾ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ടും എ സിയുടെ വോൾട്ടേജിനെ പവറിന് മാറ്റമില്ലാതെ ഒരു എ സി കറണ്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ നമ്മളെ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് കൂടുതലാക്കിയിട്ട് ആ വോൾട്ടേജിനെ തരാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രാൻസ്ഫോമർ നമ്മളെ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ വിളിക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ട്രാൻസ്ഫോമർ നമ്മളെ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസ്ഫോമറുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറുകൾ രണ്ട് രീതിയിലുണ്ട്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. ദെൻ ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ്, വെറാസ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ വോൾട്ടേജ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ രീതിക്ക് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ വോൾട്ടേജിനെ കൂട്ടാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾക്ക് നമ്മൾ കുറച്ച് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ആ വോൾട്ടേജിൻ്റെ അളവിനെ കൂടുതലാക്കിയിട്ട് നമുക്ക് തരും, പുറത്തേക്ക് തരും അല്ലേ. അതേ സ്ഥാനത്ത് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളെ വോൾട്ടേജിനെ കുറക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇയാൾക്ക് നമ്മൾ വലിയൊരു വോൾട്ടേജിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ അതിനെ ചെറുതാക്കിയിട്ട് ഒരു കുഞ്ഞു വോൾട്ടേജ് ആക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് തരും അല്ലേ. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് നമ്മൾ ചെറിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ വലിയൊരു വോൾട്ടേജ് ആക്കി നമുക്ക് തിരിച്ചു തരും. അതേ സ്ഥാനത്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക. അതായത് ഇയാൾക്ക് വലിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ അതിനെ ചെറിയൊരു വോൾട്ടേജ് ആക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് തരും അല്ലേ. നെക്സ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും ചിത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കാണിക്കുക ഈ ഒരു രീതിക്കാണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടുത്തെ നമ്മുടെ കോർ എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന നീളത്തിലുള്ള ഒരു കോറാണ് കാണിച്ചത് അല്ലേ. ഇതാണ് നമ്മുടെ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ കാണിക്കുക, കോറിനെ കാണിക്കുക ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കോറിലാണ് നമ്മൾ പ്രൈമറിയും സെക്കൻഡറിനെയും നമ്മൾ വൈൻഡ് ചെയ്യുക അല്ലേ. പ്രൈമറി കോയിലിനെയും സെക്കൻഡറി കോയിലിനെയും നമ്മൾ ചുറ്റിയെടുക്കുക, ഇതിൻ്റെ ചുറ്റുമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൈമറി ചുറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഈ കാണിച്ചിട്ടുള്ളത് പ്രൈമറിയാണ് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ആ പ്രൈമറി കാണിച്ചു. അപ്പോൾ ഇത് എന്ത് കോയിലാണ്? പ്രൈമറി കോയിൽ അല്ലേ. പ്രൈമറി കോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ കാണിക്കുക ഏത് കോയിലിനായിരിക്കും? സെക്കൻഡറി കോയിലിനെ കാണിക്കണം അല്ലേ. നിങ്ങൾക്ക് അറിയാം സെക്കൻഡറി കോയിലിനെ നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ സെക്കൻഡറി കോയിലിനെ കാണിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതാ ഈ രീതിക്ക് ഇങ്ങനെ നമ്മുടെ സെക്കൻഡറി കോയിലിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ രീതിയിൽ ഇതാ ഇങ്ങനെ സെക്കൻഡറിയെ ഇങ്ങനെ വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഏത് ട്രാൻസ്ഫോമറാണ്? നമ്മൾ ഏത് ട്രാൻസ്ഫോമറാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രൈമറി കോയിലിനെ കാണിച്ചു, അതേപോലെ തന്നെ സെക്കൻഡറി കോയിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ. സെക്കൻഡറി കോയിലും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സാമിന് വരയ്ക്കാനൊക്കെ ചോദിക്കട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേണിൽ നിന്ന് നമ്മുടെ ഈ ഒരു രീതിയിൽ നിന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബോർഡൊക്കെ ഉപയോഗിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാറ് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ ആൾറെഡി ഞാൻ ഇതിൻ്റെ പ്രൈമറി കോയിലിനെയും അതേപോലെ തന്നെ സെക്കൻഡറി കോയിലിനെയും വരച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വരച്ചത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ളത് ഞാൻ ആദ്യം പറയാം. ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണ്. എന്തിൻ്റെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണ്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രവും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രവും തമ്മിൽ മാറ്റമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോ. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക അല്ലേ. അതായത് ഇയാൾക്ക് കുറച്ച് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ആ വോൾട്ടേജിന് വലിയൊരു വോൾട്ടേജ് ആക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് തരും അല്ലേ. അതാണ് ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ നമ്മളെ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക അല്ലേ. നമ്മളിവിടെ പറഞ്ഞതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാ ഉപയോഗിക്കുക? വോൾട്ടേജിനെ വർദ്ധിപ്പിക്കാൻ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളിവിടെ ഒരു ചെറിയ പ്രൈമറിക്കാണല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുക അല്ലേ. ഇതിലേക്കാണോ നമ്മൾ കറണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രൈമറിക്ക് നമ്മൾ ചെറിയൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൈമറിയിലൂടെ ചെറിയൊരു കറണ്ട് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ചെറിയൊരു കറണ്ട് പ്രൈമറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ചെറിയൊരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രൈമറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ എനിക്ക് വലിയൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വലിയൊരു വോൾട്ടേജ് കിട്ടണം അല്ലേ. അതായത് അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇയാളുടെ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവും, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവും സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലുമായിരിക്കും അല്ലേ. അങ്ങനെ തന്നെയല്ലേ വരണ്ടേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കോമൺ ലോജിക്ക് ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ കൂട്ടാൻ സഹായിക്കുന്ന ട്രാൻസ്ഫോമർ എന്നാണ് അല്ലേ. അപ്പോൾ പ്രൈമറിക്കാണ് നമ്മൾ വോൾട്ടേജിനെ കൊടുക്കുക, സെക്കൻഡറിയിൽ നിന്നാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക, സെക്കൻഡറി വഴിയാണ് പുറത്തേക്ക് കിട്ടുക അല്ലേ. ഓക്കെ, എൻട്രി എന്ന് പറയുന്നത് പ്രൈമറിയാണ്, എക്സിറ്റ് ഒക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എക്സിറ്റ് പുറത്തേക്ക് വരുന്നത് സെക്കൻഡറി വഴിയാണ് അല്ലേ. അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ ചെറിയൊരു വോൾട്ടേജിനെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ നമുക്ക് വലിയൊരു വോൾട്ടേജ് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസ് നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, പ്രൈമറിയിലെ
വോൾട്ടേജ് കുറവും അതേപോലെ തന്നെ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലുമായിരിക്കും. എന്താ ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവും അതേപോലെ തന്നെ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലുമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളിവിടെ പറഞ്ഞ കേസാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം അല്ലേ. പവറിന് യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഇയാൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് പറഞ്ഞു പ്രൈമറിയിൽ കുറവാണ് സെക്കൻഡറിയിൽ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ പവർ എങ്ങനെയായിരിക്കും? നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ എങ്ങനെ, പ്രൈമറിയിലെ പവർ കുറവും സെക്കൻഡറിയിലെ പവർ കൂടുതലും, അങ്ങനെയാണോ? അങ്ങനെയല്ല കേട്ടോ. നമ്മളെന്താ പറഞ്ഞത്, പവർ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. എടാ പവർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, പവറിന് യാതൊരു മാറ്റവും ഇല്ല എന്നല്ലേ. അതായത് പ്രൈമറിയിലെ പവർ എന്താണോ അത് തന്നെയായിരിക്കും, അതിന് തുല്യമായിരിക്കും സെക്കൻഡറിയിലെ പവർ എന്ന് പറയുന്നത്. പ്രൈമറിയിലെ പവർ എന്താണോ അതിന് ഈക്വൽ ആയിരിക്കും എവിടുത്തെ പവർ എന്ന് പറയുന്നത്, നമ്മുടെ സെക്കൻഡറിയിലെ പവർ എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയിലെ പവർ എന്താണോ അതുതന്നെ ആയിരിക്കും എവിടുത്തെ പവറും നമ്മുടെ സെക്കൻഡറിയിലെ പവറും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം വോൾട്ടേജിനെ കൂട്ടാൻ സഹായിക്കുന്ന ട്രാൻസ്ഫോമറാണ്. 2, പ്രൈമറിക്ക് ചെറിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ വലിയൊരു വോൾട്ടേജ് ആക്കിയിട്ട് നമുക്കതിനെ പുറത്തേക്ക് തരും അല്ലേ. അതായത് പ്രൈമറിയിലെ വോൾട്ടേജ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവും സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലുമായിരിക്കും അല്ലേ. ഇനി ഏത് ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാലും സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ഏത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, ട്രാൻസ്ഫോമറുടെ കേസിൽ വോൾട്ടേജിന് മാറ്റം ഉണ്ടാവില്ല. അതായത് ഇവിടെ പ്രൈമറിയിലെ പവറിന് മാറ്റം ഉണ്ടാവില്ല അല്ലേ. അതായത് ഇവിടുത്തെ പ്രൈമറിയിലെ പവർ എന്താണോ അതുതന്നെ ആയിരിക്കും സെക്കൻഡറിയിലെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയിലെ പവർ എന്താണോ അതുതന്നെ ആയിരിക്കും സെക്കൻഡറിയിലെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന കാര്യം, അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം P=VI ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ കോൺസ്റ്റൻ്റ് ആണ്, P=VI കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എല്ലായ്പ്പോഴും കറണ്ട് വരിക. കാര്യം എന്താ വെച്ചാൽ പവറിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. പവർ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. വോൾട്ടേജ് പിന്നെ കൂടും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കറണ്ട് അനുസരിച്ച് മാറണ്ടേ, അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അനുസരിച്ച് മാറണ്ടേ അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വോൾട്ടേജിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോ, വോൾട്ടേജ് നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടല്ലോ, ഈ ചുറ്റുകളുണ്ടല്ലോ അതിനെ പോലെ തന്നെ ആയിരിക്കും. അതായത് വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും ഈ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ടാവുക. അപ്പോൾ വോൾട്ടേജ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അതിനർത്ഥം ഇവിടെ വോൾട്ടേജ് കുറവാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ചുറ്റുകളുടെ എണ്ണം കുറേ എണ്ണം ഉണ്ട്, അതിൻ്റെ അർത്ഥം എന്താ, അവിടെ വോൾട്ടേജ് കൂടുതലാണ്. അതായത് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്, പ്രൈമറിയിലെ വോൾട്ടേജ് കുറവ് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതൽ അല്ലേ. ഈ പ്രൈമറിയിൽ എവിടെയാണോ വോൾട്ടേജ് കുറവ് അവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ നമ്പർ ഓഫ് ടേൺസും കൂടുതലായിരിക്കും കേട്ടോ. ആ രീതി നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 2 പോയിന്റ്സ് പഠിച്ചു അല്ലേ, വോൾട്ടേജിൻ്റെ കാര്യം പഠിച്ചു, നമ്പർ ഓഫ് ടേൺസിൻ്റെ കാര്യം പഠിച്ചു. അതായത് വോൾട്ടേജിൻ്റെ അതേപോലെ തന്നെയാണ് ആരും വരിക, ചുറ്റുകളുടെ എണ്ണം, വോൾട്ടേജ് കൂടുതലുള്ളവർക്ക് ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസും കൂടുതലായിരിക്കും, വോൾട്ടേജ് കുറവുള്ളവർക്ക് നമ്പർ ഓഫ് ടേൺസും കുറവായിരിക്കും അല്ലേ. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ കറണ്ട് വരിക. അതായത് വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, പ്രൈമറിയിൽ എന്താ പറഞ്ഞത്, വോൾട്ടേജ് കുറവ്, അപ്പോൾ അവിടെ കറണ്ട് എങ്ങനെയായിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും. എടാ വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കറണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് തന്നെ കറണ്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഇവിടെ ഇതിനൊന്നുകൂടെ ഡാർക്കായി കാണിച്ചിട്ടുണ്ട് അല്ലേ. കറണ്ട് കൂടുതലുള്ള സ്ഥലത്ത് നമ്മളെ കട്ടി കൂടിയ തിക്കായിട്ടുള്ള കണ്ടക്ടറാണ് ഉപയോഗിക്കുക. കണ്ടോ, ഇവിടെ തിന്നായിട്ടുള്ള വയറാണ് ഉപയോഗിച്ചത് അല്ലേ. കനം കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള വയറാണ് ഉപയോഗിച്ച്, ഇവിടെ കുറച്ചുകൂടെ കട്ടി കൂടി ഞാൻ ഒന്നുകൂടെ ഡാർക്കായി വരച്ചിട്ടുണ്ട് അല്ലേ. തിക്കായിട്ടുള്ള വയറാണ് ഉപയോഗിക്കുക, കട്ടി കൂടിയിട്ടുള്ള. ഇവിടെ എങ്ങനെ ഉപയോഗിക്കുക, കനം കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള വയേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ തിക്കായിട്ടുള്ള വയേഴ്സ് ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു വോൾട്ടേജ് കുറവാണ് അല്ലേ. വോൾട്ടേജ് കുറവ് എന്ന് പറയുമ്പോൾ കറണ്ട് കൂടുതലാണ്. അപ്പോൾ ഇവിടെ കറണ്ട് കൂടുതലാവുന്ന സമയത്ത് നമ്മൾ തിക്ക് വയേഴ്സാണ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയണം, കറണ്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന താപം കൂടും അല്ലേ, ഹീറ്റ് എനർജി കൂടും. കാരണം എന്താ, H=I²RT എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ, ജൂൾസ് ലോ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ കറണ്ട് കൂടുന്ന സമയത്ത് അവിടെ എന്ത് കൂടും, താപോർജ്ജം, ഹീറ്റ് എനർജി കൂടും അല്ലേ. അതായത് കറണ്ടിൻ്റെ സ്ക്വയർ ടൈംസ്, എത്രയും വർഗ്ഗം അത്രയും സ്ക്വയർ ടൈംസ് എന്ത് കൂടും, താപോർജ്ജം കൂടും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ഉരുക്കി പോകാനുള്ള ചാൻസ് ഇല്ലേ കറണ്ട് കൂടുതലുള്ള സ്ഥലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നല്ല കട്ടി കൂടിയ തിക്ക് വയറുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ തിക്ക് വയറുകളാണ് ഉപയോഗിക്കുക, ഇവിടെ തിൻ വയറാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവ് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും അല്ലേ. ഈ വോൾട്ടേജ് കുറവുള്ള ഭാഗത്ത് എല്ലായ്പ്പോഴും ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അതേപോലെ തന്നെ വോൾട്ടേജ് കൂടുതലുള്ള സ്ഥലത്ത് ചുറ്റുകളുടെ എണ്ണവും കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ടേൺസും കൂടുതലായിരിക്കും അല്ലേ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വോൾട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ കറണ്ട് വരിക. അതായത് വോൾട്ടേജ് കൂടുതലുള്ളവർക്ക് കറണ്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് കുറവ് എന്നാണ് പ്രൈമറിയിൽ. അപ്പോൾ ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും.
ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് കൂടുതൽ എന്നാണ്. അപ്പോൾ ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് കുറവായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ ഫോർത്ത് പോയിൻ്റ് ആയിരുന്നു കറണ്ട് കൂടിയോടത്ത് നമ്മൾ തിക്ക് വയേഴ്സിനാണ് ഉപയോഗിക്കുക. നല്ല കനം കൂടിയിട്ടുള്ള തിക്കായിട്ടുള്ള വയേഴ്സിനാണ് ഉപയോഗിക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് കുറവുള്ള ഭാഗത്ത്, വോൾട്ടേജ് കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ, അതായത് വോൾട്ടേജ് കൂടുതലുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കനം കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള വയേഴ്സാണ് നമ്മളവിടെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ.